ആശങ്കകൾ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ കുറച്ചു നേരം പ്രേക്ഷകരുടെ അത്തരം ആശങ്കകൾക്ക് മറുപടി പറയാനായി ബാങ്കിംഗ് മേഖലയിലെ രണ്ട് വിദഗ്ധർ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ സലിം ഗംഗാധരൻ, അദ്ദേഹം റിട്ടയർഡ് റീജിയണൽ ഡയറക്ടർ RBI ട്രിവാൻഡ്രമാണ്. ഒപ്പം തന്നെ ശ്രീ വി രവീന്ദ്രൻ, അദ്ദേഹം റിട്ടയർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആൻഡ് ലീഡിംഗ് ഡിസ്ട്രിക്ട് ഓഫീസറായിരുന്നു. രണ്ടുപേരും നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. പ്രേക്ഷകർക്ക് നിങ്ങളുടെ സംശയങ്ങൾ, ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പണം എന്തു ചെയ്യും, ഒപ്പം തന്നെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പണം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ്. ഈ നമ്മളുടെ വിദഗ്ധർ ഇതിന് നിങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നതായിരിക്കും. ഏതായാലും ശ്രീ സലിം ഗംഗാധരൻ സർ, ഒരുപക്ഷെ അപ്പോൾ പ്രഖ്യാപിച്ച ആ സമയത്തുണ്ടായ ഒരു ആശങ്ക അത് എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു. ആ ഒരു ആശങ്ക ഇപ്പോഴും മാറിയിട്ടില്ല. എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം? ഇപ്പോഴും ഈ ബാങ്കുകൾ തുറന്നു എന്നൊക്കെ പറയുമ്പോഴും ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നം എന്താണ്? പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് 86% നോട്ട് ഇൻ സർക്കുലേഷൻ 500-ഉം 1000 റുപ്പീസും ആണ്. അപ്പം നാച്ചുറലി പിന്നെ പോയിട്ടുള്ള 14% മാത്രമേ ഉള്ളൂ ലോവർ ഡിനോമിനേഷൻ നോട്ടുകൾ. എന്നിരുന്നാൽ തന്നെയും ഈ 1978 ജാനുവരി 17-നായിരുന്നു ആദ്യം നമ്മൾ ഡിമോണിറ്റൈസേഷൻ നടന്നത്. അന്ന് മൊത്തം 1000-ഉം 5000-ഉം 10,000 റുപ്പീസിൻ്റെ 10% മാത്രമേ ജനങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഏതാണ്ട് ഒരു 86% ജനങ്ങളുടെ കുറച്ച് രൂപ ബാങ്കുകളുടെ കക്ഷമായിരിക്കും. എന്നിരുന്നാൽ കഴിഞ്ഞാൽ തന്നെയും ഒരു 80%-ലേറെ പബ്ലിക്കിൻ്റെ കയ്യിലാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു ഡിസിഷൻ വന്നപ്പോഴത്തേക്ക് സാധാരണ ജനങ്ങൾക്ക് പോലും ഈ 1000 രൂപയും 500 രൂപ എന്ന് പറയുന്നത് അപ്രാപ്യമല്ല ഇപ്പോഴും. അപ്പോൾ അവരൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചെയ്തത്, ഈ 8-ാം തീയതി പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്ത ഉടനെ തന്നെ RBI ഗവർണർ, എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി, RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ എന്നൊരു പിന്നെ ഒരു വിശദമായ ഒരു പിന്നെ റിലീസ് നടത്തുകയും പ്രസുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ, ബാങ്കുകൾ എന്ത് ചെയ്യണം, 9-ാം തീയതി എന്ത് ചെയ്യണം, 10-ാം തീയതി എന്ത് ചെയ്യണം, പിന്നെ പബ്ലിക്കിന് വേണ്ടി ഒരു 25 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും റിസർവ് ബാങ്ക് തന്നെ റിലീസ് ചെയ്തു, രാത്രി തന്നെ റിലീസ് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ദിവസം 9-ാം തീയതി ഹോളിഡേ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ എൻ്റയർ സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്യണം. ഈ ATMs എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ ചെയ്തത്, അല്ല, ATM-നെ സംബന്ധിച്ചിടത്തോളം 2 ദിവസമാണ് എടുക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ 2 രീതിയിലെ വർക്കാണ്. എൻ്റയർ 500-ഉം 1000-ഉം പിൻവലിക്കണം, പിന്നെ നമ്മൾ 100-ൻ്റെയും 50-ൻ്റെയും ഫീഡ് ചെയ്യണം, പിന്നെ എൻ്റയർ സിസ്റ്റം റീപ്രോഗ്രാം ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഡിസ്പെൻസ് ചെയ്യുമ്പോഴത്തേക്ക്, അതുപോലെ ഡിസ്പെൻസ് ചെയ്യുന്ന ഇപ്പോൾ 2000 രൂപ ഡിസ്പെൻസ് ചെയ്യുന്നുള്ളൂ. ഞാൻ സാറിലേക്ക് എത്താം. ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്വാഭാവികമായും അവരുടെ സംശയങ്ങളാണ് ഇവിടെ, നമുക്ക് അതിന് മറുപടി പറയുകയാണ് ഇപ്പോൾ. വിശ്വം എന്നൊരു പ്രേക്ഷകനാണ് ചേർന്നത് കണ്ണൂരിൽ നിന്നും. ശ്രീ വിശ്വം, എന്താണ് സംശയം? ചോദിച്ചോളൂ. ചോദിച്ചോളൂ. കൊളുക്കട്ടെ എന്ന് തോന്നുന്നു. അപ്പോൾ ഈ 2000-ആയിട്ട് റീകാലിബ്രേറ്റ് ചെയ്യണം. പിന്നെ 50-ൻ്റെയും 100-ൻ്റെയും നോട്ടുകൾ നമ്മളത് ഫീഡ് ചെയ്യണം. അതിനുവേണ്ടിയാണ് 2 ദിവസം നമ്മൾ ATM-ന് സമയം കൊടുത്തത്. അപ്പോൾ നാളെ തൊട്ട് എല്ലാവർക്കും ATM വഴി 2000 രൂപ വിഡ്രോ ചെയ്യാം. അതേസമയം ഇന്ന് എല്ലാ ബാങ്കുകളും, ഈവൻ എക്സ്ട്രാ അവേഴ്സ് 6 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്ന ബാങ്കുകളുണ്ട്, ഇൻക്ലൂഡിങ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ അഡീഷണൽ കൗണ്ടറുകളാണെന്ന് വയ്ക്കുന്നത്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് ഞാൻ വരുന്നത്. വലിയ ക്യൂ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ആർക്കും ഒരു ചെറിയ ഫോമേ ഉള്ളൂ. ആ ഫോമും നമ്മൾ 8-ാം തീയതി രാത്രി തന്നെ എന്താണ് ഫില്ല് ചെയ്ത്, ഓരോ പേര്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID, ഒരു ഇന്ന ID വേണമെന്നില്ല, ആധാർ കാർഡ് ആവാം, പാൻ കാർഡ് ആവാം, പാസ്പോർട്ട് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, ഒരു അതിൻ്റെ ഒരു കോപ്പിയും കൂടെ ചെല്ലണം. എന്നിട്ട് ആ ഫോമും കൂടെ ഫില്ല് ചെയ്ത് ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അത് 15 ദിവസത്തേക്ക് ഈ 4000 രൂപയുടെ സ്കീമുണ്ട്. അപ്പോൾ 15 ദിവസം കഴിയുമ്പോൾ RBI പറഞ്ഞേക്കുന്നത് ഇത് എക്സാമിൻ ചെയ്തിട്ട് വേണ്ടി വന്നാൽ ഈ ഡേറ്റ് നീട്ടിക്കൊടുക്കുകയോ അതിൻ്റെ എമൗണ്ട് ചിലപ്പോൾ 4000 എന്ന് പറഞ്ഞിട്ട് കൂട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി 15 ദിവസവും ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് 50 ദിവസവുമാണുള്ളത്. അതുകൊണ്ട് ആളുകൾ ആരും പരിഭ്രാന്തപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ 50 ദിവസം അവരെ കൊണ്ട് 50 ദിവസത്തിനകം ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ എത്ര എമൗണ്ട് വേണമെങ്കിലും, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരുടെ 50 ദിവസം ഉണ്ടല്ലോ, നിങ്ങൾ പോയി ഒരു ബാങ്ക് അക്കൗണ്ട് ഇന്ന് തന്നെ പോയി തുറക്കുക. അപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ സാക്ഷരത കേരളമാണ്. പിന്നെ ഫുൾ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ നേടിയ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ. ശ്രീ രവീന്ദ്രൻ, ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് 2 എക്സ്ട്രീമുകളാണ് കൈകാര്യം ചെയ്യാനുള്ളത്. ഒന്ന്, കൂടുതൽ പണം
ഒരുപക്ഷെ അങ്ങനെ കൈകാര്യം ചെയ്യുന്നവർ, വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒപ്പം ഇങ്ങേ എക്സ്ട്രീമിൽ നിൽക്കുന്ന ആളുകൾ, ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണത്തിനായി പണം വിനിയോഗിക്കുന്ന ആളുകൾ, ഈ രണ്ട് എക്സ്ട്രീമുകളെയും കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ടോ ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് നിലപാടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നടപടി തന്നെ കൊണ്ടുവരാനുള്ള കാര്യം ഈ നമ്മുടെ സമൂഹത്തിലുള്ള ബ്ലാക്ക് മണി, കള്ളപ്പണം വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ വലിയ ഷാർക്കുകളെയാണ് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതേസമയത്ത് സാധാരണക്കാരനായ ആളുകൾ സാറ് പറഞ്ഞ മാതിരി ഇപ്പം 100 രൂപയോ 50 രൂപയോ ഒന്നും അല്ല, സാധാരണക്കാരനായ തൊഴിലാളിക്ക് പോലും 500 രൂപ, ഇപ്പോൾ തൊഴിലുറപ്പിന് പോകുന്ന ആൾ പോലും ശമ്പളം കിട്ടുന്ന ചിലപ്പോൾ 500 രൂപ ആഴ്ചയിൽ ഒന്ന് കിട്ടുമ്പോൾ കാണും നോട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു മുമ്പെയൊക്കെ ഇൻഫോർമൽ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സോഴ്സിനാണ് അവർ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക ഉൾപ്പെടുത്തൽ വന്നതോടുകൂടി ഒരുവിധം എല്ലാവർക്കും ബാങ്കിൽ കൂടിയാണ് അക്കൗണ്ട് ശമ്പളമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ എണ്ണവും ക്രമാതീതമായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ജൻധൻ യോജന പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറന്നുകൊണ്ട് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. പക്ഷെ നമ്മൾ കേരളത്തെക്കുറിച്ച് പറയാം, തിരികെ എത്താം. ഒരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സജി എന്ന പ്രേക്ഷകരാണ് തൃശ്ശൂരിൽ നിന്നും. സജി, എന്താണ് ചോദിക്കാനുള്ളത്? മാഡം, എനിക്കിപ്പോ ഞായറാഴ്ച ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ഞങ്ങളെ ഞായറാഴ്ച ഇവിടെ പള്ളിയിൽ ഒരു പെരുന്നാൾ നടക്കുകയാണ്. 4-5 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. ഹലോ മാഡം, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞായറാഴ്ച പള്ളിയിൽ ഒരു പെരുന്നാളാണ്. 5 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. ഞങ്ങൾ എവിടുന്ന് ക്യാഷ് സംഘടിപ്പിക്കും? അല്ല, അതായത് ഇങ്ങനെ പിരിച്ച പണം കയ്യിലുണ്ടോ? അതായത് ഈ മാറേണ്ട തുക കയ്യിലുണ്ട്? ശ്രീ സലിംഗക്കാരൻ, ഇതിന്റെ ബൾക്കായുള്ള പണം കൈമാറുന്നതിന് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മൾ 86% നോട്ടിനെ റീപ്ലേസ് ചെയ്യണം. അതൊരു ഭയങ്കര ഒരു വർക്ക് ഉള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരാഴ്ചത്തേക്ക് 20,000, ഒരു ദിവസത്തേക്ക് 10,000 എന്ന് പറഞ്ഞ ലിമിറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതിന് ഒരു പരിഹാരം ഇപ്പം ഇല്ല. ഈ സ്കീമിൽ 20,000 രൂപ എടുക്കാൻ പറ്റുള്ളൂ ഒരു ആഴ്ചയിൽ, ഒരേ സമയം 10,000 രൂപയെ പറ്റുള്ളൂ. അപ്പോൾ അവർ ഈ പ്രേക്ഷകൻ പറഞ്ഞത് ഇത് പല ആളുകളിൽ നിന്ന് പിരിച്ച പൈസയാണ്. അപ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാൻ പ്രാക്ടിക്കലായിട്ട് ഒരു സജഷൻ പറയുന്നത്, അവർക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ട് ഈ എത്ര എമൗണ്ട് പോലും നിക്ഷേപിക്കാം. ഒരാഴ്ച അവർക്ക് 20,000 വരെ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് റീസൈക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ച് അവരിലേക്ക് തന്നെ പോകണം. അല്ലെങ്കിൽ ഈ ഇതിപ്പോൾ ട്രസ്റ്റിൻ്റെ പേരിലായിരിക്കും, പള്ളി എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ആവാം, ആ ട്രസ്റ്റിലായിരിക്കും അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്താലും 20,000 രൂപയെ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. വിഡ്രോ അല്ല, പക്ഷേ വേറൊരു വഴിയുണ്ട്. ഇവർക്ക് ഈ കസ്റ്റമേഴ്സിന് ആർക്കൊക്കെയോ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിന് ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്ന വാടകക്കാരൻ അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടല്ലോ, അവർക്കുള്ള പേയ്മെന്റ് കാശായിട്ട് കൊടുക്കുന്ന നേരം ഇതിന്റെ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നിന്ന് ചെക്കായിട്ട് പേയ്മെന്റ് നടത്താം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് സജി? അല്ല സാറേ, നമ്മൾ ഈ പൈസ പലരേന്നായിട്ട് വാങ്ങിയിട്ടില്ലാണല്ലോ. അതിപ്പോ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുള്ള നിലയ്ക്ക് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള പൈസയല്ല. അപ്പൊ ആരെ എന്ത് തന്നു, എത്ര തന്നു എന്നുള്ളതിന് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു കണക്കില്ല. അല്ല, അതാണ് ഒരു ഓപ്ഷൻ പറഞ്ഞത്, ചെക്കായിട്ട് തൽക്കാലം നൽകാനുള്ള ഒരു ചെക്കായിട്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് വഴി പറ്റും. അപ്പൊ ഇവര് സാധനങ്ങൾ മേടിക്കുന്ന ഈ സർവീസ്, അവർക്ക് ഒരു സർവീസ് പ്രൊവൈഡ്, ചിലപ്പോൾ കാറ്ററിംഗ് ആവാം, പിന്നെ വല്ല കസേരകൾ അങ്ങനെയുള്ള തരുന്നത്, അവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അതിന് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഇനി എത്ര എമൗണ്ട് വേണമെങ്കിലും ചെയ്യാം. അതാണ് ഒരു ഓപ്ഷൻ ഉള്ളത് സജി. ശരി, ഓക്കെ, താങ്ക് യു. വളരെ ഏതായാലും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്ടെന്നൊരു ആവശ്യത്തിനുള്ളവർക്കാണെന്ന് തോന്നുന്നു ഈ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അത് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് അന്താളിച്ചു പോയി, എന്ത് ചെയ്യണമെന്നുള്ള അറിയില്ല. കാരണം ഒരു കല്യാണം നടക്കുവാണ്, കയ്യിൽ വാടകക്കാരന് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ളൊരു സ്വാഭാവികമായിട്ട് ഒരു ജനങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് തോന്നുന്നു. ഇൻഫോർമൽ ആയിട്ട് കുറച്ച് പിന്നെ ഷെയർ ചെയ്യാം. പക്ഷേ ഐഡിയൽ ആയിട്ട് നമ്മൾ ഈ ഡിമോണിറ്റൈസേഷന്റെ ഉദ്ദേശം നമുക്കൊരു ഷോക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ ഡിജിറ്റൽ യുഗത്തിലേക്ക്, അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ യുഗമായിട്ട് മാറുകയാണ്. ലോകത്ത് തന്നെ സോഫ്റ്റ്വെയർ ഒക്കെ സപ്ലൈ ചെയ്യുന്ന നമ്മൾ ഇന്ത്യക്കാരാണ്. അപ്പം നമ്മളിപ്പോഴും പിന്നെ GDP-യുടെ 14% ക്യാഷ് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ പ്രത്യേകിച്ചും കേരളത്തെ ഞാൻ പറയുമ്പോൾ നമ്മൾ ഇത്രയും സാക്ഷരത നേടിയ ശേഷത്തിന് നമുക്ക് പെട്ടെന്ന് മാറാൻ കഴിയും. നമുക്കെല്ലാവർക്കും മൊബൈലുണ്ട്, മൊബൈൽ ബാങ്കിങ് ചെയ്യാം, ഇൻ്റർനെറ്റ് ബാങ്കിങ് ചെയ്യാം, ഇൻ്റർനെറ്റ് എല്ലായിടും അവൈലബിൾ ഉണ്ട്. അപ്പോൾ അതിലേക്ക് മാറണം. അതിൻ്റെ ഒരു സൂചനയും
കൂടാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീ രവീന്ദ്രൻ, ഒരു പക്ഷേ നമ്മളുടെ ഒരു വലിയൊരു പ്രശ്നം, ഒരു മലയാളികൾ ഒരു പക്ഷേ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, അവെയർ ആണെന്നൊക്കെ പറയുമെങ്കിലും പൊതുവിലുള്ള ഒരു പ്രശ്നം ഈ ബാങ്കിങ് മേഖല അല്ലെങ്കിൽ ബാങ്കിൽ ചെല്ലുക, എന്തെങ്കിലും ഇടപാടുകൾ നടത്തുന്ന പറയുന്നത് എന്തൊക്കെയോ ഭയങ്കര നൂലാമാലകൾ ഉണ്ട് എന്നൊരു ഫീൽ നമുക്ക് പൊതുവിലുണ്ട്. ഒരു പഴയൊരു സങ്കല്പമായിരുന്നു മാഡം. കാര്യം വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുടുംബശ്രീയുടെ കാര്യം എടുത്ത് നോക്കുകയാണ്. കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞിട്ട് ഈ അയൽക്കൂട്ടങ്ങൾ വന്നതിന് ശേഷം അവരെല്ലാം ബാങ്കുമായിട്ട് അക്കൗണ്ട് തുടങ്ങുകയും അവർക്കെല്ലാം ബാങ്കിൽ ലിങ്ക് ചെയ്ത് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുകയും ചെയ്തിട്ട് എല്ലാവരും ബാങ്കിൽ. അതുപോലെ തന്നെ തൊഴിലുറപ്പിൻ്റെ കാശ് സാധാരണ അഭ്യസ്തവിദ്യ ഒരു യാതൊരു അഭ്യാസം ഇല്ലാത്ത സ്ത്രീ തൊഴിലാളികളാണ് അവരെല്ലാം ഇന്ന് കാശ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ വളരെ റൂറൽ മേഖലകളിൽ ഇപ്പൊ കേരളത്തിന്റെ ഭാഗങ്ങളുണ്ട് എന്നെങ്കിൽ പോലും അല്ലാതെ നോർത്ത് സംസ്ഥാനങ്ങളൊക്കെ തന്നെയും അങ്ങനെയുള്ള റൂറൽ മേഖലകളിലൊക്കെ ഇതെങ്ങനെ ഇത്രയും ഈസി ആകാം? അവിടെ ബാങ്കിന്റെ ശാഖകളില്ലെങ്കിലും ബാങ്ക് വളരെ 1,26,000 ബിസിനസ് കറസ്പോണ്ടൻസുകൾ ഉണ്ട്. ബിസിനസ് കറസ്പോണ്ടന്റ് എന്ന് പറയുന്ന ബാങ്കിന്റെ ഏജന്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അവർക്ക് പണം നിക്ഷേപിക്കുന്നതിനും വായ്പ എടുക്കുന്നതിനും അവർക്കൊരു പോയിന്റ് ഓഫ് സെയിൽ മിഷനുമായിട്ട് ഇവരുടെ വീടുകളിൽ കയറി ഇറങ്ങിയിട്ടാണ് ഫലപ്രദമായിട്ട് ഈ ബാങ്കിങ് ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഒറ്റയടിക്ക് നമുക്കൊരു കെട്ടിടവും അതുപോലെ എയർ കണ്ടീഷനും ആയിട്ടുള്ള ഒരു ബാങ്കിന്റെ ശാഖകൾ രാജ്യത്തെ 6 ലക്ഷത്തോളം വരുന്ന ഗ്രാമങ്ങളിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ജൻധൻ യോജന പ്രോഗ്രാം വന്ന് അതിൽ ഈ ബിസിനസ് കറസ്പോണ്ടന്റ് വഴി ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത്. ഈവൻ കേരളത്തിൽ അക്ഷയ സെൻട്രൽ പോലും ബാങ്കിൽ പോയ, പക്ഷേ കേരളത്തിൽ നമ്മൾ അക്ഷരാഭ്യാസം കൂടുതലായതുകൊണ്ട് എല്ലാവരും ബാങ്കിൽ പോകാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അക്ഷയ സെൻട്രലിൽ നിന്ന് പോയിട്ട് അക്കൗണ്ട് നടത്തുന്നത് വളരെ പരിമിതമാണ്, അത്ര ഫലപ്രദമായിട്ട്. പക്ഷേ നോർത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ഈ ബിസിനസ് ബാങ്ക് മിത്രകളെന്നാണ് പറയുന്നത്. ബാങ്ക് മിത്ര അവരാണ് ഈ ബാങ്കിന്റെ ഇടപാട് നടത്തുന്നത്. അങ്ങനെ സംവിധാനം ഒരു പ്രേക്ഷകൻ കൂടി നമ്മൾ ചേരുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ശ്രീ സുകുമാരനാണ്. സുകുമാരൻ, എന്താണ് ചോദിക്കാനുള്ളത്? ഹലോ, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. സാറേ, എന്റെ സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 4,000 രൂപ അല്ലാണ്ട് അവർ കൊടുക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾക്ക് ഗോൾഡ് പണയം വെച്ചാൽ കാശ് കിട്ടുമോ? ശ്രീ സലിം കുഞ്ഞാദരൻ, ഗോൾഡ് ഇപ്പൊ നമ്മൾ ബാങ്കിൽ കൊണ്ട് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാശ് കിട്ടുമോ? ബാങ്കിൽ പിന്നെ ഗോൾഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ബിസിനസ് ആണ്. അവിടെ പിന്നെ ഗോൾഡ് പണയം വെച്ച് ലോൺ കൊടുക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവർ പൈസ തരും. ഇപ്പൊ പൈസ തരും അല്ലല്ല, ഇപ്പൊ അത് എനിക്ക് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു മറ്റിടപാടുകൾ നടക്കുന്നുണ്ടോ എന്നാണോ, ഇപ്പൊ പണം വെക്കാൻ പറ്റുമോ എന്നാണോ? ബാങ്കിൽ ഇപ്പൊ 4,000 രൂപയല്ലേ കൊടുക്കുള്ളൂ പറയുന്നത്. അല്ല, അത് പൈസ മാറുന്നതിന് മാത്രമേ ഉള്ളൂ. അത് നമ്മളുടെ ഈ 500,000 നോട്ടുകൾ മാറുന്നതിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. പണയം വെക്കുന്നതിന് അതൊരു പ്രശ്നം. പണയം വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു 10 ലക്ഷം രൂപക്കുള്ള സാധനം പണയം വെച്ചാൽ നമുക്ക് ക്യാഷ് കിട്ടുമോ? അവിടെ ഈ ഒരു ബാങ്കിങ്ങിന് ഒരു പരിധിയുണ്ട്. ഒരു പരിധി കൂടുതൽ ക്യാഷ് കൊടുക്കാറില്ല. ലോണായി തന്നെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് വിഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഇനി വിഡ്രോവൽ വരുമ്പോഴത്തേക്ക് അതിന് 10,000-ൻ്റെയും 20,000-ൻ്റെയും ലിമിറ്റ് ഉണ്ട്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വളരെ നന്ദി. ഈ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാർ ഇനിയിപ്പോ എന്തൊക്കെ ഓപ്ഷൻസ് നോക്കാം എന്നുള്ളത് ഒരു കാര്യമാണ്. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞത്, രവി പറഞ്ഞു ബിസിനസ് കറസ്പോണ്ടന്റ് വഴി ബാങ്കിങ് ഇതുണ്ട്. നമ്മൾ ഈ ബ്രാഞ്ചിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ATM-ൽ നാളെ തൊട്ട് ATM ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ ബിസിനസ് കറസ്പോണ്ടന്റ് പോലും ഈ എക്സ്ചേഞ്ച് ഫെസിലിറ്റി കൊടുക്കാമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്രാഞ്ച് ചിലപ്പോൾ 5-6 കിലോമീറ്റർ ദൂരെയാണെങ്കിൽ അത്രയും യാത്ര ചെയ്യേണ്ട. നിങ്ങൾ നേരെ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ബിസിനസ് കറസ്പോണ്ടന്റിൻ്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹവും 4,000 രൂപയുടെ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനുള്ള ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ശ്രീ രവീന്ദ്രൻ, നമ്മളിപ്പോൾ വളരെ സീരിയസ് ആയി ഇതിനെക്കുറിച്ച് ഗൗരവമായി മനസ്സിലാക്കുകയും ഒരുപക്ഷെ ആ വാർത്ത വന്ന് അതേ സ്പോട്ടിൽ തന്നെ കാര്യങ്ങൾ അറിഞ്ഞ മലയാളികളാണ് സംസാരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് എപ്പോഴും പലരും ഇതിനെക്കുറിച്ച് അവെയർ ആണോ? എത്രത്തോളം ഈ താഴേക്കിടയിലേക്കൊക്കെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ റൂറൽ മേഖലയിലൊക്കെ ഇപ്പോഴും ഇത് മരവിപ്പിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ച് അവെയർ ആണോ? പ്രത്യേകിച്ച് പലവരും കബളിപ്പിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും അത് വളരെ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് റിസർവ് ബാങ്ക് നമ്മുടെ ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ വളരെ വ്യാപകമായിട്ട് ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അച്ചടിച്ച് വിതരണം ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായ പ്രചരണം നടത്തണം എന്നുള്ള കാര്യത്തിൽ നിഷ്കർഷമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ TV-യിലും പത്രമാധ്യമങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇത് തന്നെയല്ലേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ എന്നിരുന്നാൽ പോലും വിദൂര ഗ്രാമങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ കയ്യിൽ അറിഞ്ഞുകൂടാതെ ഇപ്പോഴും ഇങ്ങനെയുള്ള പൈസ വെച്ചിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഒരു 50 ദിവസം എന്നുള്ള ഒരു സമയം കൊടുത്തിരിക്കുന്നത്, അങ്ങനെ അറിഞ്ഞു വരാനും. അതും അല്ലെങ്കിൽ അതിലപ്പുറവും വേണമെങ്കിൽ മാർച്ച് 31 വരെയും നീട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ട്. അത് പക്ഷേ റിസർവ് ബാങ്കിൻ്റെ ഓഫീസുകളിലാണ് ഇപ്പോൾ ആ ഡിസംബർ 30-ന് ശേഷം മാറാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ വ്യാപകമായ പ്രചരണം പിന്നെ ആള് കണ്ടറിഞ്ഞ് ഒരാൾ മാറിയ ആളിപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അങ്ങനെ അറിഞ്ഞ് അറിയണം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മാഡം പറഞ്ഞ മാതിരി അങ്ങനെ ഒരു കൈ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. 1978 നമ്മൾ ഡിമോണിറ്റൈസ് ചെയ്തപ്പോൾ ഈ 50 ദിവസത്തെ വിൻഡോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് സാധാരണക്കാരുടെ കയ്യിലും ഈ
500 രൂപയും 1000 രൂപയും ഉണ്ട്. പിന്നെ പണ്ടത്തെക്കാളേറെ ബാങ്കിങ് മേഖല എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപാട് വികസനം എത്തപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 50 ദിവസം കൊടുക്കുന്നത്. അപ്പോൾ ഈ 50 ദിവസം കൊണ്ട് അതുപോലെ എല്ലാ ബാങ്കുകൾക്കും ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ട്. അവരെല്ലായിടവും പോയി ഈ ബിസിനസ് കറസ്പോണ്ടൻറ്റ് വഴിയും ഫിനാൻഷ്യൽ കൗൺസിലേഴ്സ് വഴിയും നാളുകളിലേക്ക് ഇത് എത്തിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഒരുപാട് NGO ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കുടുംബശ്രീ ഒക്കെ ബാങ്കുകളുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അവർ നാട്ടിലേക്ക് സാധാരണ ജനങ്ങളിലേക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു പ്രേക്ഷക കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇടുക്കിയിൽ നിന്നും ജെസ്സി. ജെസ്സി, എന്താണ് ചോദിക്കാനുള്ളത്? എനിക്കിന്നൊരു പ്രമാണം എഴുതേണ്ട ദിവസമാണ്. അപ്പം ഞാൻ ഓൾറെഡി 2 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു. എനിക്കിനി ഇന്ന് 7 ലക്ഷം രൂപ കൊടുക്കണം. ലൈക്ക് പ്രമാണം ആയ കാരണം അത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് അല്ല, പ്രമാണം എഴുതുന്ന 7 ലക്ഷം കൂടെ കൊടുക്കണം. അതിന് ക്യാഷായിട്ട് 7 ലക്ഷം രൂപ കിട്ടത്തില്ല ഇന്ന്. അപ്പോൾ അതിന് ചെക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് വഴി 7 ലക്ഷം രൂപ ഇന്ന് തന്നെ കൊടുക്കാം. അതിന് അബ്സല്യൂട്ട്ലി ഒരു പ്രശ്നമില്ല. ഇന്റർനെറ്റ് ബാങ്കിങ് ആണ് ഓപ്ഷൻ ഉള്ളത്. അതാണ് ഈസി. അതറിയത്തില്ല. ജെസ്സി, വ്യക്തമായിട്ടുണ്ടോ? കൊടുക്കുന്നത് ഞാൻ എഴുതി വാങ്ങുന്ന ആള് അത്ര ഏബിൾഡ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നല്ല. അപ്പൊ അവർക്ക് അക്കൗണ്ട് ബാങ്കിങ് അതൊന്നും അത്ര പരിചയമുള്ളവരല്ല. അല്ല, അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അവർക്ക് അക്കൗണ്ടിൽ നിന്നും പറയാനുള്ളതില്ല. അല്ല, അതാണ് നേരത്തെ പറഞ്ഞത്, പുതിയ അക്കൗണ്ട് തുടങ്ങുന്നത് അല്ലേ? അതിനുള്ളൊരു വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ കൊണ്ട് ഒരു പൈസ ഇല്ലാതെ ഇപ്പം ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് ജെസ്സി, ഇന്നിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അക്കൗണ്ട് തുടങ്ങിയേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എല്ലാവരും എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അദ്ദേഹം അക്കൗണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്നാണ് നമ്മുടെ വിദഗ്ധർ പറയുന്നത്. അല്ല, നമ്മൾ ധനകാര്യമന്ത്രിയോട് തന്നെ ഈ ചോദ്യം ചോദിച്ചപ്പോൾ നമ്മൾ കേന്ദ്ര ധനകാര്യമന്ത്രിയും പറഞ്ഞത് അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വളരെ എളുപ്പമാണല്ലോ, അതുകൊണ്ട് പോയി അക്കൗണ്ട് തുടങ്ങാനല്ലോ, ആധാർ പോലും അങ്ങനെ ലിങ്ക് ചെയ്ത്. അപ്പോൾ ആ രീതിയിലുള്ള മറുപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്. ജെസ്സി, വ്യക്തമായിട്ടുണ്ടാകും. ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും പലർക്കും അതിന്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടില്ല. അതായത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാതെ ഒരു ട്രാൻസാക്ഷൻ, പ്രത്യേകിച്ച് ആധാറുമായി ബന്ധപ്പെട്ട ഒരു സമയത്ത് പോലും ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിരുന്നു പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷെ അതിപ്പോൾ പോലും കേരളത്തിലും ഇന്ത്യ ഒട്ടാകെയും ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊണ്ടുള്ള ബിസിനസ് ആണ് കൂടുതലും. അതിൽ കുറച്ച് റെക്കോർഡിൽ വരും, കുറച്ച് റെക്കോർഡിൽ വരത്തില്ല, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് 78 സംഭവിച്ചതാണ്. ഈ ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൈസ് കുറഞ്ഞത് സ്വർണത്തിനും റിയൽ എസ്റ്റേറ്റിനുമായിരുന്നു. തിരിച്ചടി പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ പിന്നെ അതാണ് പറഞ്ഞ ഡിജിറ്റൽ യുഗമാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ വളരെ എല്ലാവർക്കും പ്രാപ്യമാണ് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ. മൊബൈൽ ഇല്ലാത്തവരില്ല, മൊബൈലായിട്ട് ചെയ്യാം. അഥവാ ഈ പറഞ്ഞ കേസ് തന്നെ മൊബൈലിന് വേണ്ടി പോകേണ്ട ഒരു ബ്രാഞ്ചിൽ ചെന്നിട്ട് 2 രീതിയിൽ NEFT എന്നും RTGS എന്ന് പറഞ്ഞ് 2 ഈസിയാണ്, വലിയ പൈസയൊന്നുമില്ല. അവിടെ ചെന്നൊരു ഫോം ഫില്ലപ്പ് ചെയ്താൽ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂറിനകം ആരാണോ ബെനിഫിഷ്യറി അവരുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് വരികയാണ്. പിന്നെ പ്രമാണം എഴുതാൻ പോയാൽ മതി. സാധാരണ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രമാണം എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ക്യാഷ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഈ പൈസ 6 ലക്ഷം ഈ കേസിൽ അവരുടെ അക്കൗണ്ടിൽ പോകും. അവർക്ക് വെരിഫൈ ചെയ്തിട്ട് സാറിന് അവർക്ക് മെസ്സേജ് കിട്ടും, SMS വരും, ഇത്ര 7 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. മെസ്സേജ് വന്നിട്ട് പ്രമാണം ഒപ്പിട്ട് കൊടുത്താൽ മതി. ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാം ത്രൂ ബാങ്ക് ആവണം. അതാണ് ഒളിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട്. ഏതായാലും പ്രേക്ഷകർ വിളിക്കുക ഈ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ. നിങ്ങളുടെ പണം എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലായി പണം ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് വിളിച്ചു ചോദിക്കാം. നമ്മളോടൊപ്പം സാമ്പത്തിക മേഖലയിലെ, ബാങ്കിംഗ് മേഖലയിലെ വിദഗ്ധരായ ശ്രീ സലിം ഗംഗാധരൻ, ഒപ്പം തന്നെ ശ്രീ വി രവീന്ദ്രൻ എന്നിവർ ചേരുന്നുണ്ട്. അവർ നിങ്ങളുടെ സംശയത്തിന് മറുപടി പറയുന്നതായിരിക്കും. ഇവിടെ ശ്രീ വി രവീന്ദ്രൻ, ഒരുപക്ഷെ ഈ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വലിയ കൺഫ്യൂഷൻ തന്നെ നൽകുന്നുണ്ട്. ഈ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പരിധിയോ വല്ല നിശ്ചയിച്ചിട്ടുണ്ടോ? പണം നിക്ഷേപില്ല, പക്ഷേ നിക്ഷേപം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഈ KYC ഡോക്യുമെന്റ്സ് കസ്റ്റമർ അറിയുക എന്നുള്ള രേഖകളെല്ലാം പൂർണ്ണമായിട്ടുള്ള ആണെങ്കിൽ ഒരു പരിധിയില്ലാതെ തന്നെ എത്ര രൂപ വേണമെങ്കിലും ഇപ്പോൾ പിൻവലിക്കപ്പെട്ട 500-1000 ഉള്ള നോട്ട് തന്നെ നിങ്ങൾക്ക് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാവുന്നതാണ്. ഒരു പരിധിയില്ല. കൃത്യമായി നമ്മൾ ഇത് കാണിക്കണം, സോഴ്സ് കാണിക്കണം. പക്ഷേ സ്വാഭാവികമായും നിങ്ങൾ ഇതുവരെ ഇല്ലാത്തൊരു വലിയ എമൗണ്ട് കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനങ്ങളൊക്കെ തന്നെ നിങ്ങൾ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതായത് ചിലപ്പം കണക്കിൽപ്പെടാത്ത പൈസയാണ് അക്കൗണ്ടിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ സോഴ്സ് എവിടെ നിന്ന് കിട്ടുകയാണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ യാതൊരു പ്രശ്നമില്ലാതെ എത്ര എമൗണ്ട് വേണമെങ്കിലും നിക്ഷേപിക്കാമെന്ന് ഈ നിർദ്ദേശങ്ങൾ. ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട് പാലക്കാട് നിന്നും, ശിവാന. ശിവാന, എന്താണ് ചോദിക്കാനുള്ളത്?
ഹലോ, എനിക്ക് മാസം കോയമ്പത്തൂരിന്ന് കാശ് അയക്കാറുണ്ട് എന്റെ ഈ അക്കൗണ്ടിലേക്ക്. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? അതിന്റെ എന്റെ അക്കൗണ്ടിലേക്ക് കോയമ്പത്തൂരിൽ നിന്നാണ്. അപ്പൊ എന്റെ അക്കൗണ്ടിൽ നിന്ന് അവര് നമ്പർ അവിടെ കൊടുത്തിട്ട് അവിടുന്ന് അവരേക്ക് അയച്ചതിൽ ഞാൻ ATM കാർഡ് വഴി എടുക്കുക. ATM കാർഡ് വഴി എടുക്കുകയാണ്. ATM കാർഡ് വഴി എടുക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത് 2000 രൂപയെ കിട്ടുള്ളൂ. അങ്ങനെ ഒരു കോയമ്പത്തൂർ അക്കൗണ്ട് ആയാലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ATM കാർഡ് വഴി ഉപയോഗിക്കാം. അതിന് പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ കൂടുതൽ പൈസ വേണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴ് നമുക്കൊരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, പിന്നെ കോർ ബാങ്കിങ് സിസ്റ്റം ആയതുകൊണ്ട് ആ ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിൽ ചെന്നാലും നമുക്ക് ചെക്ക് കൊടുത്ത് പൈസ വിഡ്രോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി എവിടെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം, അതിനും പ്രയാസമില്ല. ഷിഫാന, ATM വഴിയാണെങ്കിൽ 2000 രൂപ എന്നുള്ളൊരു പരിധിയുണ്ട്. ബാങ്ക് വഴി എങ്ങനെ വേണമെങ്കിലും ചെക്ക് കൊടുത്ത് ക്യാഷ് 10,000 രൂപ വരെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ തൽക്കാലം ഏതായാലും വലിയൊരു എമൗണ്ട് ഈ അക്കൗണ്ടിൽ പണം വന്നാലും അവർക്ക് വിഡ്രോ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനുള്ള പരിധി ഈ 50 ദിവസം കഴിയുന്നവരെ നമ്മൾ രണ്ടാമതും 24-ാം തീയതി കഴിഞ്ഞത് വീണ്ടും പരിശോധിക്കുന്നുണ്ട്. 10,000 ലിമിറ്റ് മാറ്റുമെന്നുള്ള അന്നേരം മാത്രമേ പറ്റത്തുള്ളൂ. ഷിഫാന, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മനസ്സിലായി. യെസ്, നന്ദി. ഒന്ന് ഇവിടെ ഇനി സുപ്രധാനമായുമുള്ള ഒരു പ്രശ്നം, അതായത് പോസ്റ്റ് ഓഫീസുകൾ സജ്ജമാക്കുന്നു, അപ്പം തന്നെ സഹകരണ ബാങ്കുകൾ, അവിടെയൊക്കെ ഉള്ളൊരു സജ്ജീകരണങ്ങൾ എങ്ങനെയായിട്ടുണ്ട്? അതായത് കൃത്യമായി പണം ഇപ്പോൾ നമ്മളിതാണ് ഈ ഇപ്പം തന്നെ ഇതിൻ്റെ ഈ സാധാരണ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് ബാങ്കുകൾ മാത്രമല്ല നമ്മൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് അവരെ ഇത് കോപ്പറേറ്റീവ് മേഖലയിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ കൊണ്ടുവന്നിട്ടുണ്ട്, പോസ്റ്റ് ഓഫീസിന് കൊണ്ടുവന്നിട്ട് സബ് പോസ്റ്റ് ഓഫീസിന് പോലും നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 4,000 രൂപയെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡിപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ബാങ്ക് അക്കൗണ്ട് വേണം. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് തുറക്കുകയോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് അബ്സല്യൂട്ട്ലി ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. അതൊരു ഈസി പ്രോസസ്സാണ്. അതിന് നമുക്ക് 50 ദിവസത്തെ സമയമുണ്ട്. ഒരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്നും അജിത്ത്. ശ്രീ അജിത്ത്, എന്താണ് പറയാനുള്ളത്? സംശയം ചോദിച്ചു. മാഡം, ഞാൻ KSFയിൽ എനിക്കൊരു ചിട്ടി ഉണ്ടായിരുന്നേ. അപ്പം ഇന്നിപ്പോ ഞാൻ KSF വിളിച്ച സമയത്ത് അവർ പറയുന്നത് അവിടെ 500-ന്റെ 1000-ന്റെ നോട്ട് എടുക്കില്ല എന്നാണ്. ഞാൻ KSFയിൽ എനിക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു കൊല്ലത്ത്. അപ്പൊ ഇന്ന് KSF വിളിച്ച സമയത്ത് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞ ട്രാൻസാക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. KSF പിന്നെ ഈ ലോട്ടറി ഇതുപോലുള്ള ഇപ്പോൾ ധനകാര്യമന്ത്രി നിയമസഭയിൽ തന്നെ പറയുകയുണ്ടായല്ലോ, അവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അവരുടെ ചിട്ടിയൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. അവർക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് താൽക്കാലികമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുന്നത് വരെ അത് പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന് പൂർണ്ണമായി അറിവില്ല എന്നുള്ളതാണ് ധനകാര്യമന്ത്രി അന്ന് നിയമസഭയിൽ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം അവർ 500,000 ആണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ അടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 11-ാം തീയതി വരെ തന്നെ ലിമിറ്റഡായിട്ട് 72 മണിക്കൂർ നേരം ഈ 500,000 കൈകാര്യം ചെയ്യാൻ ചില പ്രത്യേക കേന്ദ്രങ്ങളെ മാത്രമേ ഗവൺമെന്റ്. അപ്പൊ അതുകൊണ്ട് ഇടപാടുകൾക്ക് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഇടപാടുകൾക്ക് അതായത് KSF അവരുടെ ആഭ്യന്തരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊണ്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുമായിട്ട് ബന്ധമില്ല. KFCയിൽ എനിക്ക് ഒരു ചിട്ടി ഉണ്ടായിരുന്നു. ഞാൻ പൈസ അയക്കുന്ന ബാങ്ക് വഴിയായിരുന്നു എൻ്റെ ചിട്ടി പൈസ. അപ്പോൾ KFCക്കും ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്. പിന്നെ അവരൊക്കെ 500-ഉം 1000 രൂപ മേടിക്കാനുള്ള അവകാശമില്ല. നമ്മുടെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ബാങ്കുകൾ RRBs, ലോക്കൽ ഏരിയ ബാങ്ക്സ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഡിസ്പെൻസറി, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ നോട്ടിഫൈഡ് ഏജൻസി അല്ല. പിന്നെ 12 മണി കഴിഞ്ഞുകൊണ്ട് ഇത് ലീഗൽ ടെൻഡർ അല്ല, ഇതിനൊരു വാല്യൂ ഇല്ല. പക്ഷേ ഇതിന് ലീഗൽ ടെൻഡർ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രം ലീഗൽ ടെൻഡറാണ്, അവിടെ മാത്രമേ ടെൻഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് മേടിക്കാൻ കഴിയില്ല, അവർ മേടിക്കുകയും ചെയ്യാൻ പാടില്ല. അപ്പം ഇനി ഒറ്റ സൊല്യൂഷൻ ചെയ്യാനുള്ളത് അവർ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലേക്ക് പോവുക. ഈ പൈസ ഈ ഷാജി അല്ലേ, ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ KFCയോട് പറഞ്ഞാൽ മതി, ആ ചിട്ടി പൈസ ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ മതി. അജിത്ത് മനസ്സിലായി കാണുമല്ലോ, അങ്ങനെ ഒരു ഓപ്ഷൻ ആണുള്ളത്. മാഡം, ഇന്നിപ്പോ ഒരു സാധാരണക്കാരൊരു അക്കൗണ്ട് ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ പലിശ കിട്ടത്തില്ലെന്നാണ് അവർ പറയുന്നത്. അല്ലല്ല, അതാണ് പറഞ്ഞത്. നമുക്ക് വളരെ വേഗം ഇപ്പോൾ ബാങ്കിൽ നിന്ന് വളരെ വേഗം അക്കൗണ്ട് ലഭിക്കാനുള്ള ഒരു സജ്ജീകരണം കൂടി ഉണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ബാങ്കിൽ ചെന്നാൽ അക്കൗണ്ട് പുതിയൊരു അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അത് മാഡം ചോദിച്ച സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, സഹകരണ മേഖലയിൽ ഒരു പ്രശ്നമുള്ളത് ഇപ്പോൾ കേരളത്തിൽ അറിയാലോ, കേരളം പോലത്തെ ഒരു സംസ്ഥാനങ്ങൾ സഹകരണ പ്രസ്ഥാനം വളരെയധികം ശക്തിപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഈ അംഗീകാരത്തോടുകൂടി ഈ നോട്ടുകൾ മാറിയെടുക്കാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനുള്ള അധികാരം ഇന്ന് സംസ്ഥാന സഹകരണ ബാങ്കിന് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വന്ന റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങളിൽ ബാങ്കുകളും ഈ പ്രാഥമിക സൊസൈറ്റികളും അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അവർ താൽക്കാലികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ള ഒരു വിഷയമുണ്ട്. എനിക്ക് തോന്നുന്നു അത് അധികാരികളുടെ ശ്രദ്ധയിൽ പതിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ അതിനും സംസ്ഥാനത്തെ കാര്യമൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലും കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റില്ല, അത് റിസർവ് ബാങ്കും പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റും കൂടി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. പക്ഷേ ആദ്യം വന്ന തീരുമാനങ്ങളിൽ അവരില്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർ ആശങ്കകളൊക്കെ ഇപ്പോൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ശ്രീ ജെയിംസ് ചെങ്ങന്നൂരിൽ നിന്നും. ജെയിംസ്, എന്താണ് സംശയം? ചോദിച്ചോളൂ. ഹലോ ജെയിംസ്, ചോദിച്ചോളൂ. മാഡം, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് ഒരു NRI ഒരു കസ്റ്റമറിനാണ് കൊടുക്കുന്നേ. ക്ലിയർ ആയില്ല. എൻ്റെ കയ്യിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അത് ഒരു NRI കസ്റ്റമറിനാണ് കൊടുക്കുന്നത്, അത് US-ലുള്ള ഒരാൾക്ക്. അപ്പം അതിന്റെ ഫണ്ട് നമുക്ക് എങ്ങനെ അതൊക്കെ മാറാൻ പറ്റും? NRI കസ്റ്റമർ ആണ് മേടിക്കുന്നത് വസ്തു. അതെ അതെ അതെ, അതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് രണ്ട് രീതിയിലുള്ള അക്കൗണ്ട് ഉണ്ട്. NRO അക്കൗണ്ട് എന്ന് പറയുന്നത് റുപ്പി അക്കൗണ്ടാണ്, പിന്നെ രണ്ടാമത്തെ NRI അക്കൗണ്ടാണ്. അപ്പോൾ NRIയെ സംബന്ധിച്ചിടത്തോളം ഈ വസ്തു ഈ ഏത് അക്കൗണ്ട് വേണമെങ്കിലും അതിന് വേണ്ടി ഉപയോഗിക്കാം. NRI അക്കൗണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെ NRO അക്കൗണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ചെക്ക് കൊടുത്താൽ മതി. ആ ചെക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ട് 2 അക്കൗണ്ടിനും. അപ്പോൾ ഇന്റർനെറ്റ് ബാങ്കിങ് വഴി ഈ ഫ്ലാറ്റ് ഈ വീട് എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് ആ എമൗണ്ട് ഈ വിൽക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ട് നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതിന് ലിമിറ്റ് ഒന്നുമില്ല. ക്ലിയർ ആയല്ലോ ജെയിംസ്? ഏതായാലും അതിലേക്ക് വരുമ്പോൾ ഇനി ഒരു ATM-കളിൽ നിന്ന് പൈസ എടുക്കുന്ന വരുമ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് ആൾക്കാർ സമീപിക്കുന്നത് തന്നെയായിരിക്കും, കാരണം ബാങ്കുകളിൽ തിരക്കുണ്ട്. ശ്രീ രവീന്ദ്രനുണ്ട്, പക്ഷേ ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം, നമ്മളുടെ ഇത്ര ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കമ്മീഷൻ പിടിക്കുക എന്നുള്ളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പല ബാങ്കുകളുടെയും ATM-കൾ എത്രത്തോളം എല്ലാവർക്കും ആക്സസ് ആണെന്നുള്ളതൊക്കെ വലിയ കൺഫ്യൂഷനുണ്ട്. അങ്ങനെയുള്ളതിൽ എന്തെങ്കിലും ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ? ഈ കമ്മീഷന്റെ കാര്യത്തിൽ റിസർവ് ബാങ്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ കാലയളവിൽ എത്ര തവണ ATM ട്രാൻസാക്ഷൻ നടത്തിയാലും അതിന് ബാങ്കുകൾ കമ്മീഷൻ ഒന്നും എടുക്കാൻ പാടില്ല, അത് വേവ് ചെയ്ത് കൊടുക്കണമെന്നുള്ള നിർദ്ദേശം ഈ കൂട്ടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ATM-ൽ ഈ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഒരു തവണ 2000 രൂപ മാത്രമേ പിൻവലിക്കാൻ സാധിക്കുള്ളൂ. അത് 2000 രൂപയുടെ പുതിയ നോട്ട്, ഇപ്പം 2000 രൂപയുടെ നോട്ട് വിപണിയിൽ ഇറങ്ങാൻ പോവാണല്ലോ, അത് ATM-ൽ വരണമെങ്കിൽ കുറച്ച് സമയം കൂടി എടുക്കും. കാരണം അത് മെഷീൻ അതിനനുസരിച്ച് കാലിബ്രേറ്റ് ചെയ്ത്, കാരണം ഇതുവരെ ഇല്ലാത്തൊരു നോട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അത് ബാങ്കിൻ്റെ കൗണ്ടറിൽ കൂടെ ലഭ്യമാക്കും. നാളെ തൊട്ടത് ഇന്ന് തൊട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന റിസർവ് ബാങ്ക് കേരളത്തിലെ 210ഓളമുള്ള കറൻസി ചെസ്റ്റുകളിൽ നമ്മൾ ആദ്യം തന്നെ ഈ 1000-ന്റെ നോട്ട് എല്ലാ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ സ്ഥലത്തും ഈ 2000-ന്റെ നോട്ട് ഇന്ന് ലഭ്യമാണ്. പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രമേ ബാങ്കുകൾക്ക് തരാൻ സാധിക്കുള്ളൂ. കാരണം അതിൻ്റെ ഒരു ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നോട്ടായതുകൊണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ കറൻസി തിരുവനന്തപുരം ഓഫീസിൽ ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞ ഒരു ഭയങ്കര ക്യൂ ആണ്. അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ കൊച്ചിയിലും ഉണ്ട് ഒരു എക്സ്ചേഞ്ച് കൗണ്ടർ ഉണ്ട്, അവിടെയും ഇതുപോലെ നീണ്ട നിരയും അവിടെയും ഈ നോട്ട് ലഭ്യമാകുന്നതാണ്. ഇവിടെ ശ്രീ സെലിംഗുകാരൻ ഒരു പക്ഷേ നമ്മൾ നേരത്തെ 78-ലെ കാര്യം പറയുകയുണ്ടായി, അന്നത്തെ ഒരവസ്ഥയല്ല ഇപ്പോഴുള്ളത്. ഒരുപക്ഷെ എത്രത്തോളം നമുക്ക് കേരളത്തിലേക്ക് എത്രത്തോളം ഇങ്ങനെ പുതിയ നോട്ടുകൾ എത്തിക്കേണ്ടി വരും? പ്രത്യേകിച്ച് 1000 ഇല്ലാതായി പകരം 2000-ലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഈ 1000-ന്റെ പകരം ഒരു ഓപ്ഷൻ 500-ലേക്ക് ആൾക്കാർ 2500 എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ ഒരു വലിയൊരു ക്വാണ്ടിറ്റി കൂടുതൽ അളവിൽ വേണ്ടി വരും. അത് ഈ റിസർവ് ബാങ്ക് തന്നെ വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് ഗവൺമെന്റ് ഒരു തീരുമാനം ഇപ്പോൾ എടുത്തത്. പണ്ട് 78 ചെയ്തപ്പോൾ 1000, 5000, 10000 ഡിമോണിറ്റൈസ് ചെയ്തു. പിന്നെ അത് റീഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ വേണമെങ്കിൽ RBI ആക്ട് അമെൻഡ് ചെയ്തിട്ടേ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ അവർ പറഞ്ഞേക്കുന്ന നോട്ടിഫിക്കേഷനിൽ ഈ ഗാന്ധി സീരീസ് എക്സിസ്റ്റിംഗ് സീരീസ് മാത്രമേ ഡിമോണിറ്റൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ 500, 1000, 2000 നോട്ട് ഇറക്കുന്നതിന് യാതൊരു നിയമ തടസ്സങ്ങളും ഇല്ല, പുതിയ നോട്ടുകൾ. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഇന്ന് 2000 രൂപയും പിന്നെ 500-ന്റെ നോട്ടും പുതിയ സീരീസ് ന്യൂ ഗാന്ധി സീരീസ് നോട്ടും ഇന്ന് തൊട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 15 ദിവസത്തേക്കാണ് നമ്മൾ ATM-നും ഈ വിഡ്രോവലിനും ഒക്കെ റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 15 ദിവസം കൊണ്ട് മതിയായ നോട്ടുകൾ 2000-ൻ്റെയും പുതിയ 5000-ൻ്റെയും 500-ൻ്റെയും മറ്റ് 100-ൻ്റെയും 50-ൻ്റെയും നോട്ടുകൾ എത്തിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം ഇപ്പോഴുള്ളത്. അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതാണ് റിസർവ് ബാങ്ക് പറഞ്ഞത്. 15 ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും നോട്ടിഫിക്കേഷൻ ഇറക്കുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ സാറ്റർഡേയും സൺഡേയും ബാങ്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സൺഡേയിൽ നമുക്ക് 20,000 എടുത്തു കഴിയാൻ കഴിഞ്ഞു.
ഈ സൺഡേ തൊട്ടൊരു 5 ദിവസം ATM നിന്ന് 4 ദിവസം ATM നമുക്ക് 2000 എടുക്കാൻ കഴിഞ്ഞു. പിന്നെ 4000 രൂപ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള ട്രാൻസാക്ഷൻ ആവശ്യമായിട്ടുള്ള പണം ഇപ്പം നമുക്ക് കിട്ടും. പക്ഷേ കല്യാണം അങ്ങനെയുള്ള ആൾക്കാർക്ക് 5 ലക്ഷം അല്ലെങ്കിൽ ഒരു പള്ളി ഏതെങ്കിലും ഒരു സോഷ്യൽ ഫംഗ്ഷന് 10 ലക്ഷം അവരൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അവർക്ക് ഇന്ന് ചെയ്യാനുള്ള ഒരൊറ്റ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ബാങ്കിങ് ആണ്. അല്ലെങ്കിൽ അക്കൗണ്ട് വഴി ചെക്ക് ഓർ അക്കൗണ്ട് നമ്മൾ ചെക്ക് വഴി കാശ് കൊടുക്കാന്നുള്ളതാണ്. അപ്പോൾ പറ്റുകാരനൊക്കെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ കേരളത്തിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വളരെയധികം ഈവൻ ചെക്ക് പോലും നമ്മളിപ്പോൾ ഒരു പുതിയ സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്, CTS ക്ലിയറിംഗ് എന്ന് പറയും. ചെക്കിന്റെ ഇമേജ് എടുത്തിട്ട് മറ്റൊരു ചെക്ക് കോഴിക്കോട് നിന്ന് ഒരു ചെക്ക് തിരുവനന്തപുരത്തേക്ക് കൊടുത്താൽ കോഴിക്കോട് നിന്ന് ചെക്ക് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യണമായിരുന്നു. ഇപ്പം അതൊന്നും വേണ്ട. അന്ന് തന്നെ ചെക്കിൻ്റെ ഇമേജ് എടുത്തിട്ട് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിരിക്കുന്ന ബ്രാഞ്ചിന് വൈകുന്നേരം കിട്ടുകയും വൈകുന്നേരം പാസ്സാക്കുകയും നെക്സ്റ്റ് ഡേയിൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ടെക്നോളജിയിൽ നമ്മൾ ഒരുപാട് ബാങ്കിങ് മേഖലയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈവൻ ചെക്ക് ട്രാൻസാക്ഷൻ കൊടുത്താലും 24 മണിക്കൂറിനകം അതിൻ്റെ ബെനിഫിഷ്യറി ക്രെഡിറ്റ് കിട്ടും. മറ്റത് 7 ദിവസം 10 ദിവസമൊക്കെ എടുക്കുന്നത്. കേരളത്തിൽ 16 സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫിസിക്കൽ ക്ലിയറിംഗ് നടക്കുന്നത്. 16 സെൻറ്റർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം CTS ക്ലിയറിംഗ് ആണ്. അത് ഇമേജ് ബേസ്ഡ് ക്ലിയറിംഗ് ആണ്. രവീന്ദ്ര സാർ, ഇവിടെ ബാങ്കിങ് മേഖലയിലെ മറ്റ് സാമ്പത്തിക ഇടപാടുകളെയൊക്കെ അതിപ്പോൾ മാറ്റി നിർത്തിക്കൊണ്ടാണോ ഇപ്പോൾ ഈ ഒരു ഇല്ല, അങ്ങനെ പൂർണ്ണമായും അങ്ങനെ നിർദ്ദേശമൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായും ഇത്ര വലിയൊരു സാഹചര്യം ഈ ബ്രാഞ്ചുകളിലേക്ക് ചെല്ലുമ്പോൾ അതും ഈ നോട്ട് എക്സ്ചേഞ്ച്, അപ്പോൾ ബാങ്കിന്റെ മുൻഗണന സ്വാഭാവിക പ്രയോറിറ്റി തീർച്ചയായിട്ടും അതിന് തന്നെയായിരിക്കും. അതിന്റെ ഫലമായിട്ട് ദൈനംദിനമായിട്ടുള്ള ബാങ്കിങ് ഇടപാടുകൾ ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം. ബാങ്കിങ് സെക്ടറിനെ ബാധിക്കുമോ? അല്ല, മറ്റുള്ള ഈ ചെക്ക് വൈസ് ട്രാൻസാക്ഷൻ, RTGS, NEFT അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൃത്യമായി നടക്കും. കാരണം അല്ലെങ്കിൽ കച്ചവടക്കാരുടെ പണം ട്രാൻസ്ഫർ ചെയ്യും, ചരക്ക് അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ബാങ്കുകൾ അഡീഷണൽ സ്റ്റാഫിനെ നിയോഗിച്ചുകൊണ്ടാണ് ഈ പ്രത്യേക കൗണ്ടറുകൾ തയ്യാറാക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ റിസർവ് ബാങ്ക് നിർദ്ദേശപ്രകാരം ഈവൺ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ റിട്ടയർ ചെയ്ത ആളുടെ സേവനം പോലും ഉപയോഗിക്കണമെന്നാണ് ബാങ്കുകളോട് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടല്ല ഈ പുതിയ പറഞ്ഞത്. പക്ഷേ സ്വാഭാവികമായും അഡീഷണൽ ആയിട്ട്, പക്ഷേ ബാങ്ക് നേരിടുന്ന ഒരു വലിയ പ്രശ്നം സ്റ്റാഫ് ഷോർട്ടേജ് എല്ലാ ബാങ്കുകളും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ കസ്റ്റമർ സർവീസിൽ ബാങ്കിന്റെ അറിയാലോ, രാത്രി തന്നെ ആളുകളെല്ലാം ജോലി ചെയ്തിട്ട് പോകുന്ന വളരെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ക്രൈസിസ് പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യാൻ, അതുകൊണ്ടാണല്ലോ ശനിയും ഞായറും ഒരു ഒഴിവുപോലും ഇല്ലാതെ അവർ ജോലി ചെയ്യുന്ന രീതിയിൽ. മാത്രമല്ല, സാധാരണ 4 മണി വരെയാണ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ SBI 6 മണി വരെ എടുക്കുമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ അവർ സഹകരിച്ച് തന്നെ പ്രവർത്തിക്കുകയാണ് ബാങ്കുകാരെല്ലാം. പിന്നെ നാളെ തൊട്ട് ATM നിന്ന് ക്യാഷ് എടുക്കാം. അപ്പം ഈ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. 2000 രൂപ ആവശ്യമുള്ള ഞാൻ എന്തെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോകുന്നത്, ഞാൻ എൻ്റെ പൈസ എടുക്കും. അപ്പോൾ ഇത്തിരി കൂടെ പ്രഷർ കുറയും. അപ്പോൾ ഈ 2000 വെച്ചിട്ട് നാളെയും മറ്റന്നാളും സാറ്റർഡേയും സൺഡേ ഇനി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യം വരത്തില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഓപ്ഷൻ ഇതാണ്, ഇന്റർനെറ്റ് ബാങ്കിങ് തന്നെയാണ്. ഈ ആത്യന്തികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിലെ ബാങ്കിങ് മേഖലയിൽ നമ്മളെല്ലാവരും ലിറ്ററേറ്റ് ആയതുകൊണ്ട് അത്യാവശ്യമായിട്ട് എല്ലാവരും മൊബൈൽ ബാങ്കിങ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലേക്ക് മാറണം. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു ക്യാഷ് മാത്രം കൊണ്ട് ബിസിനസ് നടത്തിയാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഡിജിറ്റൽ ബാങ്കിങ് ആണ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ആ മേഖലയിലേക്ക് തിരിയണം. സ്വാഭാവികമായിട്ട് ഈ പാവപ്പെട്ട സാധാരണ തൊഴിലാളികൾ ഒരു കമ്പ്യൂട്ടറും ഒരു ഇന്റർനെറ്റ് ബാങ്കിങ് എന്നുള്ളത് പറയുമ്പോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർക്ക് പക്ഷേ അതിന് വേണ്ടിയിട്ടാണ് പുതിയ സംവിധാനമായിട്ടുള്ള മൊബൈൽ ടു മൊബൈൽ പേയ്മെന്റ് എന്ന് പറയുന്ന സിസ്റ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരനായാലും ആ ഓട്ടോറിക്ഷക്കാരന് എത്ര രൂപ ചാർജ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതിലൊരു മെസ്സേജ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയും പൈസ കിട്ടുന്ന സംവിധാനത്തേക്ക് 22 ബാങ്കുകൾ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ വ്യാപകമായിട്ടും സാധാരണ അപ്പോൾ ക്യാഷിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും പോളിസി. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ നോട്ടിൻ്റെ സപ്ലൈയിലുള്ള 14% ഒരു കൊല്ലം കൊണ്ട് നോട്ടിൻ്റെ സപ്ലൈയിലുള്ള വർധനം ഉണ്ടായിട്ടുണ്ട്. 2011 മുതൽ ഈ 2016 വരെ എടുക്കുമ്പോൾ 40% നമ്മുടെ മണി ഈ ഹാർഡ് ക്യാഷ് നമ്മൾ ഉപയോഗിക്കുന്നതിലുള്ള വർധന വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ഇഷ്ടപ്പെടുന്നത് നോട്ട് തന്നെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ് ഒരു ഇഷ്ടം. അതുകൊണ്ട് ശീലിച്ചു പോയതുകൊണ്ട് ഇപ്പോൾ ATM-ലായാലും 2000 രൂപ വേണമെങ്കിൽ ഒരു 2000 കോടി രൂപ എടുത്തിട്ട് ബാക്കി 2000 പോക്കറ്റിൽ ഇരിക്കട്ടെ എന്ന് പറയുന്ന ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ് നമ്മൾ വളർത്തിയെടുത്തിരുന്നത്. പക്ഷേ അധികാരികൾ ബോധപൂർവം ആ ഒരു കൾച്ചറിൽ നിന്ന് ഈ സാറ് പറഞ്ഞ പോലെയുള്ള ഒരു കൾച്ചറിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇത് കാണുന്നതെന്നാണ് ഒരു പറഞ്ഞത്. ഇപ്പോൾ പുതിയതായിട്ട് ബാങ്ക് നമ്മുടെ നാഷണൽ NPCI എന്ന് പറയും, ഇന്ത്യയിലെ
ഒരു പേയ്മെൻറ്റ് കമ്പനിയാണ്. അവരൊരു പുതിയ സിസ്റ്റം ഇൻഡിജേഷൻ ആയിട്ടൊരു സിസ്റ്റം കൊണ്ടുവരുന്നത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നാണ് പറയുന്നത്. നമ്മളൊരു കടയിൽ ചെന്ന് 10 രൂപയുടെ ഒരു സാധനം മേടിച്ചു. നമ്മൾ സാധനം മേടിച്ചാൽ ഉടനെ 10 രൂപ കൊടുക്കുക. അത് കൊടുക്കാതെ ആ കടയുടെ ഓണർക്കുള്ള ഒരു കോഡുണ്ട്, അത് മേടിച്ച് കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് 10 രൂപ അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് 10 രൂപ കിട്ടിയെന്നുള്ളൊരു കൺഫർമേഷനും കിട്ടും. അപ്പോൾ സാധനം തിരികെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റം ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് ഇൻട്രൊഡ്യൂസ്. അപ്പോൾ അതിനായിട്ട് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒന്നും വേണ്ട, ഒരു ചാർജും ഒന്നുമില്ല. അപ്പോൾ ഇത് പല ബാങ്കുകളും ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് സ്റ്റാർട്ടിംഗ് ഒക്കെ ആവും. കാരണം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്, എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്, എല്ലാവർക്കും ഒരു മൊബൈൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. അപ്പം നമ്മൾ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു അവയർനെസ്, ഈവൻ മീഡിയ പോലും അതിനുവേണ്ടി പ്രയത്നിക്കണമെന്ന് പറയുന്നത്. ആളുകളിലേക്ക് ഡിജിറ്റൽ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ സാധാരണക്കാരും ഇത് ഉപയോഗിക്കാം എന്നുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മീഡിയയും കൂടെ ഒരു വലിയ റോള് വഹിക്കാൻ കഴിയും. ബാങ്കും മീഡിയ എല്ലാവരും കൂടെ ചേർന്ന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും ലിറ്ററസി ഒക്കെ ഉണ്ടായതുകൊണ്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിയും, മനസ്സിലാക്കാൻ കഴിവുണ്ട്. പിന്നെ എല്ലാവർക്കും മൊബൈൽ ഫോണുണ്ട്, പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കേരളത്തിലെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ മീഡിയയും ബാങ്കിങ് മേഖലയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇതിനുവേണ്ടി പ്രയത്നിക്കണം. അപ്പോൾ സാധാരണക്കാരിലേക്ക് ഡിജിറ്റൽ ബാങ്കിങ് എത്തിക്കണം. അതായിരിക്കണം നമ്മുടെ ഇനി ടാർഗറ്റ്.